പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, CBCI വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ്, സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കൂട്ടോ, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ഡോക്ടർ മാത്യു കോയിക്കൽ എന്നിവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച വേളയിൽ മൂന്നാം പ്രാവശ്യവും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. കൂടാതെ രാഷ്ട്രനിർമ്മാണ ശ്രമങ്ങളിൽ തങ്ങളുടെ പിന്തുണയും അവർ ഉറപ്പു നൽകി. രാജ്യത്തിന്റെ വികസനത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത CBCI ആവർത്തിച്ചു. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ക്രൈസ്തവർക്ക് നേരെയുണ്ടാകുന്ന വ്യാജമായ നിർബന്ധിത മതപരിവർത്തന ആരോപണങ്ങളും മതപരിവർത്തന നിയമങ്ങളുടെ ദുരുപയോഗവും ക്രൈസ്തവർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണത്തിലും CBCI ആശങ്ക രേഖപ്പെടുത്തി. എന്ന നിലയിൽ ഞങ്ങൾ റീഇലക്റ്റഡ് ആയതിനു ശേഷം പ്രൈം മിനിസ്റ്ററെ കാണാനായിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതി അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. സോ myself the president and Joseph Mar Thomas and Archbishop George Abdulsami of Chennai, Chennai Archbishop ആണ് first vice president and Archbishop Anil Bhut of Delhi ആണ് secretary general. സോ ഞങ്ങൾ CBCI ഓഫീസ് വേറേഴ്സ് മീറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററെ കാണുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ പ്രൈം മിനിസ്റ്റർ സ്വീകരിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 40 മിനിറ്റോളം ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞത്, ഒന്ന്, മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ടേമില് പ്രൈം മിനിസ്റ്റർ ആയതിന് ഞങ്ങളുടെ അനുമോദനങ്ങളും ക്രിസ്ത്യൻസ് എന്ന നിലയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും, രണ്ടാമതായിട്ട് ഞങ്ങൾ പറഞ്ഞത് 2000 കൊല്ലം പഴക്കമുള്ള ക്രിസ്ത്യാനിറ്റി, അതുകൊണ്ടത് ഈ ക്രിസ്ത്യൻസിന്റെ എന്നും ഈ ക്രിസ്ത്യൻസ് നാഷണൽ ബിൽഡിംഗിൽ മുൻപന്തിയിലാണ്. പട്ടികജാതി സംവരണവും മണിപ്പൂർ കലാപവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശന നടപടികൾ വേഗത്തിലാക്കാനും മെത്രാൻ സമിതി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ദരിദ്രരും ദളിതരും ഗോത്രവർഗക്കാരുമായ ക്രൈസ്തവർ പലപ്പോഴും വിവേചനം നേരിടുന്നതായും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിവേചനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദളിത് ക്രിസ്ത്യാനികൾക്കും സംവരണ ആനുകൂല്യങ്ങൾ നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് CBCI പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. കൂടാതെ രാഷ്ട്രനിർമ്മാണത്തിൽ ഗണ്യമായ സംഭാവന നൽകാനുള്ള ക്രൈസ്തവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് യോഗ്യരായവരെ സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കും നിയമിക്കുന്നത് പരിഗണിക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.